ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജേർണലിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും ഡയറിയൊക്കെ എഴുതുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടായിരിക്കില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. നമ്മളൊരു ഡയറി വേണമെന്നില്ല, ഒരു ബുക്ക് ആയാലും മതി. അപ്പോൾ ആ ഒരു ബുക്കിൽ നമ്മളെക്കുറിച്ച് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ഡയറിയിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ്. ഡയറിയിൽ നമ്മൾക്കുണ്ടായ അനുഭവങ്ങളും നമ്മളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് നമ്മളതിൽ എഴുതി വയ്ക്കുക. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ ഇന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു ബുക്കിൽ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയാം. നമ്മളതങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാമെന്നുള്ളൊരു ചോദ്യം നമ്മളിൽ ഉണ്ടാകില്ല. ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ആ ഒരു കാര്യം എഴുതി വയ്ക്കാം. അതുപോലെ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതി വയ്ക്കാം. എന്താണോ നമ്മൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതൊക്കെ നമുക്ക് അതിൽ എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിനുമുപരി നമുക്ക് നമ്മളുടെ ഒരു സ്വപ്നങ്ങളായാലും നമ്മുടെ ലക്ഷ്യങ്ങളായാലും അത് നമുക്കതിൽ എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. അതങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടി ഇനി എന്ത് ചെയ്യണം, അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി നമ്മൾ അതിനുള്ളൊരു ഉത്തരം കൂടി കണ്ടെത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഈ ഒരു എഴുത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയാം. കാരണം നമ്മൾ ആ ഒരു കാര്യം അതിൽ എഴുതി വയ്ക്കുമ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകില്ല. നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത് അതിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മളിൽ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു എഴുത്തിലൂടെ നമുക്കത് കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയും കൂടി നമ്മൾ ശ്രമിക്കുമെന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു എഴുത്തിലൂടെ കിട്ടുന്നൊരു ഗുണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സ്വഭാവങ്ങൾ നമ്മൾക്ക് മാറ്റേണ്ട കാര്യങ്ങളുണ്ടാവില്ല. ചില ഗുണങ്ങളും ഉണ്ടാവും, നമുക്ക് ദോഷങ്ങളും ഉണ്ടാവില്ലേ. അപ്പോൾ അതും നമുക്കതിൽ എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് മാറ്റേണ്ടതായ സ്വഭാവങ്ങളും നമ്മളിലുള്ള ഗുണങ്ങളായാലും അതും നമുക്കതിൽ എഴുതി വയ്ക്കാം. അപ്പോൾ അതും നമുക്ക് മാറ്റേണ്ട സ്വഭാവത്തെക്കുറിച്ച് എഴുതി വയ്ക്കുമ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഈ ഒരു സ്വഭാവം എനിക്ക് വേണ്ടല്ല, നമുക്ക് യോജിച്ചതല്ല എന്ന് തോന്നി അത് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവും. അതിന് നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നമ്മളിൽ വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡയറി എഴുതുന്നതിലൂടെ. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് തയ്യാറാവും. നമുക്ക് വേണ്ടതായ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ എഴുത്തിലൂടെ നമുക്ക് പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മളോട് തന്നെ എന്തെങ്കിലും 2-3 ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഒരു മാറ്റിയെടുക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു പുതിയൊരു ആളാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു എഴുത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്കും ഒക്കെ എത്താനായിട്ട് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ജേർണലിങ്ങിൽ കൂടി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. നമ്മളുടെ ഒരു സമയം അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുക. കാരണം അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. കാലത്തെന്നോ രാത്രി എപ്പോഴായാലും ഒരു ദിവസത്തിൽ ഏതൊരു സമയം കിട്ടിയാലും ആ ഒരു സമയത്ത് നമ്മൾ എഴുതാനായിട്ട് തയ്യാറാവുക. അതിലൂടെ നമുക്ക് ഒത്തിരി നമ്മളുടെ ജീവിത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.